നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ചെമ്മീൻ ബിരിയാണിയാണ് മക്കളെ. ഈ ചെമ്മീൻ ബിരിയാണിയിലേക്ക് എല്ലാവർക്കും പ്രാർത്ഥവുമായ സ്വാഗതം. ഏതാണ്ട് 1/2 കിലോ വരുന്ന ചെമ്മീനുള്ള ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള സവാളയും പച്ചമുളകും വെളുത്തുള്ളിയും പിന്നെന്താ ബാക്കി സാധനങ്ങളെല്ലാം ഒരു തക്കാളി ഉൾപ്പെടെ അങ്ങ് റെഡിയായിരിക്കുക. ഇനി സവാള ഇങ്ങനെ ചക 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 സവാള കിരി എന്ന് പറഞ്ഞ് അങ്ങോട്ട് അരിഞ്ഞിടുക. ഇനിയിപ്പം നമ്മൾ ചെമ്മിൻ്റെ ഗ്രേവി ഉണ്ടാക്കാനായിട്ട് ചട്ടി വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ച് കടുകിട്ടു. ഇനി ആ മസാലകളൊക്കെ ഒന്ന് അങ്ങോട്ട് ഇട്ട് കസകസാന്നൊന്ന് ഇളക്കി ഇങ്ങനെ ഓരോ ഇൻഗ്രീഡിയൻസ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. പച്ചമുളക്, തക്കാളി, വെളുത്തുള്ളി, അങ്ങനെയുള്ള സാധനങ്ങൾ ചെമ്മീൻ രസകരമാക്കുന്ന എന്ത് വേണേലും നിങ്ങൾക്ക് ഇടാട്ട. ഇനി നമ്മുടെ ചെമ്മീൻ കുട്ടന്മാരെ ഒരല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇച്ചിരി മുളക് പൊടിയും കൂടി ചേർത്ത് അങ്ങോട്ട് വേവിച്ചതാ ഈ പാത്രത്തിലോട്ട് നേരത്തെ വെച്ചിരിക്കുക കേട്ടോ. ഇപ്പം നമ്മുടെ ചെമ്മീൻ ബിരിയാണിക്കുള്ള ചെമ്മീൻ ഗ്രേവി റെഡിയായിരിക്കുകയാണ് എൻ്റെ മക്കളെ. എന്താ ഒരു മണം! നമ്മുടെ ബിരിയാണി ചോറിന് വേണ്ടിയിട്ടുള്ള റൈസൊക്കെ ഇവിടെ റെഡിയാണ് കണ്ടോ. ഈ അരിക്ക് വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് കണ്ടോ, ഒരു നെയ്യുണ്ട്, നാരങ്ങയുണ്ട്, ഇത്തിരി സവാളയുണ്ട്, ഒരു കറുവാപ്പട്ടേൻ്റെ ഇലയുണ്ട്, പിന്നെന്താ ജീരകം, കുരുമുളക്, അങ്ങനെയുള്ള കിസുപിടി സാധനങ്ങളെല്ലാം ഉണ്ട്. നമ്മുടെ റൈസിനുള്ള ഇൻഗ്രീഡിയൻസ് ആദ്യം ഇട്ടുകൊണ്ട് ആ നെയ്യിലിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എടുക്കുന്ന റൈസിൻ്റെ വേവാനുള്ള പാകത്തിനുള്ള വെള്ളം കൂടി അങ്ങ് ഒഴിച്ച് കൊടുക്കുക. ഇനി നമ്മുടെ റൈസൊക്കെ റെഡിയായി കഴിഞ്ഞു. ഇനി നമ്മുടെ ചെമ്മീനും ചെമ്മീൻ ഗ്രേവിയും കൂടെ ചേർത്ത് അങ്ങോട്ട് ദമ്മിടാൻ പോവുക. അങ്ങനെ നമ്മൾ ദമ്മെല്ലാം ഇട്ട് കഴിഞ്ഞ് ഇനി അതിൻ്റെ പുറമേയുള്ള മല്ലിയില, പുതിനയില, കിസ്മിസ് പരിപാടികളെല്ലാം കൂടെ ഒന്ന് അലങ്കാരത്തിന് കുറേ ചേർത്ത് ഒരു ഭംഗിയായിട്ട് ഇങ്ങോട്ടൊന്ന് വെക്കുക. ഇച്ചിരി കഴിയുമ്പോൾ ഇതൊന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണി നല്ല സൂപ്പറാകും കേട്ടോ. അങ്ങനെ നമ്മുടെ ചെമ്മീൻ ബിരിയാണി ഏതാണ്ട് റെഡിയായിരിക്കുക. നമ്മുടെ ചെമ്മീൻ ബിരിയാണി റെഡിയായിരിക്കുകയാണ്, നല്ല ദമ്മിട്ട് വെച്ചിരിക്കുക. ഇനി കുറച്ച് സമയം അവൻ അങ്ങനെ ഇരുന്ന് വിശ്രമിക്കട്ടെ. ഇനി നമ്മുടെ ചെമ്മീൻ ബിരിയാണി ഇതാ സെർവ് ചെയ്യാൻ പോവാണ് ഒരു പാത്രത്തിലേക്ക്. എന്ത് നല്ല മണമാണെന്നറിയാമോ! കുമ്മാകുമ്പോൾ നല്ല ചെമ്മീൻ മസാലയുടെയും ബിരിയാണിയുടെയും മണം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ചെമ്മീൻ ബിരിയാണി സെറ്റായിരിക്കുക കണ്ടോ. ഒരു സാലഡും ഇത്തിരി നാരങ്ങാച്ചാറും ഒരു പപ്പടവും വെച്ചിട്ട് നല്ലൊരു പിടിച്ചാലുണ്ടല്ലോ. വളരെ രസകരമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമുള്ളൂ. സിമ്പിളായ ഒരു ബിരിയാണി, ചെമ്മീൻ ബിരിയാണി.